ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പുതുറ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ഷാർജ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഞാൻ ഇതിനു കുറേയധികം ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കസ്റ്റേർഡ് ഡ്രിങ്ക്, മിൽക്ക് സർബത്ത്, അതുപോലെ തന്നെ ലൈം ജ്യൂസിൻ്റെ ഒക്കെ കുറേ വെറൈറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഷാർജ ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഷാർജ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. അത് തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കുറച്ച് കട്ടയായി കഴിഞ്ഞപ്പോൾ പുറത്തെടുത്ത് വെച്ചതാണിത്. നമുക്ക് പാല് കാച്ചിയെടുക്കാതെ തന്നെ ഷാർജ ഷേക്ക് ഉണ്ടാക്കാം. കടകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പാക്കറ്റോട് തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് അത് കട്ടയായി വരുമ്പോഴത്തേക്കും പുറത്തെടുത്ത് വെച്ചിട്ട് അടിച്ചെടുത്താലും മതി. അതെല്ലാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കുറച്ച് കശുവണ്ടി. ഞാനിവിടെ ഒരു 10 കശുവണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 ചെറിയ പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഇനി നമുക്കിതിൽ ചേർക്കാനായിട്ട് ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റോ വേണം. ഞാനിവിടെ ബൂസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ പാക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് നമുക്ക് ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി ഒന്ന് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. കശുവണ്ടി കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് ഇറക്കിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ആദ്യം കശുവണ്ടി മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം, അല്ലെങ്കിൽ കശുവണ്ടി നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ 2 വലിയ സ്പൂണിലാണ് പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി മിക്സി മൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കശുവണ്ടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു ഏലക്ക തൊലി പൊളിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കി ബൂസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അവസാനം ഇതിലേക്ക് തണുപ്പിച്ച് കട്ടാക്കി വെച്ചിരിക്കുന്ന പാലും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സി മൂടി നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി റെഡിയായ ഷാർജ ഷേക്ക് നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീമോ ഇതിൻ്റെ മുകളിലിട്ട് ഉപയോഗിക്കാം. അതൊക്കെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. ഞാൻ ഷാർജ ഷേക്കിൻ്റെ പുറത്തേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് ബൂസ്റ്റും ഇട്ടിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ബൂസ്റ്റ് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് വിതറി കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തി, നല്ല ഫില്ലിങ്ങുമായ നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ആയി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്